ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എം.ആർ. അജിത് കുമാർ കേരളത്തിൻ്റെ സംസ്ഥാന പോലീസ് മേധാവിയാവും. അതിന് എനിക്ക് എൻ്റേതായ ലോജിക്കുണ്ട്. ആ ലോജിക്കിലെ ഒന്നാമത്തെ കാരണം, ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ട ഒരു IPS ഉദ്യോഗസ്ഥൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്രമാത്രം കുപ്രസിദ്ധനായ മറ്റൊരു IPS ഉദ്യോഗസ്ഥനാണ് രമൺ ശ്രീവാസ്തവ. രമൺ ശ്രീവാസ്തവയ്ക്കെതിരെയുള്ള ആരോപണം വന്ന് അദ്ദേഹം സ്വയം തന്നെ ഒരു വർഗീയവാദിയാണ് എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. വയർലെസ് സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തിൻ്റെ വയർലെസ് സന്ദേശം കേട്ട ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അത് ചെവി കൊണ്ട് കേട്ട ആളുകൾ. രമൺ ശ്രീവാസ്തവയേക്കാൾ കൂടുതൽ ആരോപണങ്ങൾ നേരിട്ട ഒരാളാണ് എം.ആർ. അജിത് കുമാർ. രമൺ ശ്രീവാസ്തവയെ ചാരക്കേസിൽപ്പെടുത്താൻ ശ്രമിച്ചു. അത് പിന്നീട് ഒരു വ്യാജ കേസായിരുന്നു എന്ന് തെളിഞ്ഞു. പക്ഷേ രമൺ ശ്രീവാസ്തവ പക്ഷേ സിറാജുന്നിസ വെടിവെപ്പ് കേസ് ഓർമ്മയുണ്ടാവും, അതിൽ അദ്ദേഹം സ്വയം വർഗീയവാദിയാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അതിനേക്കാൾ കൂടുതൽ ആരോപണങ്ങൾ നേരിട്ട, അതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എം.ആർ. അജിത് കുമാർ. ഈ മരമുറിയൊക്കെ ചെറിയ ചീള് കേസ് അതല്ല അതിലെ പ്രധാന പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം PV അൻവർ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണക്കടത്തുകാരെ സഹായിച്ചുകൊണ്ട്, എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സഹായിച്ചുകൊണ്ട് പിന്നീട് അവരുടെ സ്വർണം പോലീസിനെ ഉപയോഗിച്ച് അടിച്ചെടുക്കുന്നു, അതിലൊരു വിഹിതം പറ്റുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തലതൊട്ടപ്പനായിട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, അദ്ദേഹം RSS നേതൃത്വവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം. ഇത് രണ്ടും സംബന്ധിച്ച് അന്വേഷണങ്ങൾ ഇപ്പോഴും നടക്കുകയാണ്. അപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ അന്വേഷണം എവിടെ ആയെന്ന് ഒരു പിടിയില്ല. അത് സംബന്ധിച്ച് അന്വേഷണം 6 തലങ്ങളിലാണ് നടക്കുന്നത്. 6 തലങ്ങളിലാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം. മറ്റൊന്ന് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. പക്ഷേ എം.ആർ. അജിത് കുമാർ തന്നെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. DGP ആ റിപ്പോർട്ട് വായിച്ചിട്ട് ഇത് ഇങ്ങനെ അന്വേഷണം പോരാ, കൂടുതൽ ഇൻഡെപ്ത് അന്വേഷണമാണെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്തതാണ്. എം.ആർ. അജിത് കുമാർ തന്നെ സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തൃശ്ശൂർ പൂരം കലക്കിയതിന് മേൽ ഗൂഢാലോചനയുണ്ട്. ഇത് മറ്റാരുമല്ല, എം.ആർ. അജിത് കുമാറാണ്. ഗൂഢാലോചന എന്ന് പറയുന്നത് ക്രിമിനൽ കോൺസ്പിരസിയാണ്. ഒരു പബ്ലിക് ഫംഗ്ഷൻ ഡിസ്റപ്റ്റ് ചെയ്യാനുള്ള ക്രിമിനൽ കോൺസ്പിരസിയാണ്. അതിൽ പൊളിറ്റിക്കൽ മോട്ടീഫുണ്ട് എന്നാണല്ലോ അതിനർത്ഥം. അതാണ് ആരോപണം. എങ്കിൽ ഈ 6 ടയർ അന്വേഷണം, ഇപ്പോൾ നടക്കുന്ന 6 ടയർ അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് FIR ഇടാത്തത്? ഒരു ക്രിമിനൽ കോൺസ്പിരസി നടന്നു എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അത് ചെറിയ ആളല്ല അത് പറയുന്നത്, ADGP പറയണം. അദ്ദേഹം തന്നെ കൊടുത്ത റിപ്പോർട്ടിൽ പറയുകയാണ് അവിടെ ക്രിമിനൽ കോൺസ്പിരസി നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു FIR ഇല്ല. ഗൂഢാലോചന നടത്തി എന്നതിനെക്കുറിച്ച്, അതായത് തൃശ്ശൂർ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തി എന്ന് കണ്ടെത്തിയത് ADGP ആണെങ്കിൽ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ടാണ് പോലീസ് ഒരു FIR കേസ് അന്വേഷിക്കാത്തത്? അതിനർത്ഥം എം.ആർ. അജിത് കുമാറിനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കാൻ പിണറായി വിജയൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിനെതിരെ എത്ര വലിയ ആക്ഷേപം ഉയർന്നാലും, ഇപ്പോൾ ഉയർന്നിട്ടുള്ള ലെവൽ ചെയ്യപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് അപ്പുറം ഇനി എന്ത് ആക്ഷേപം ഉയർന്നാലും, ആ ആക്ഷേപങ്ങളിൽ എത്ര അന്വേഷണം നടന്നാലും അദ്ദേഹം വരുന്ന ജൂലൈയിൽ അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിയാവും.